ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. A+ ലേണിങ്ങിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നോക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് റിട്ടുകൾ നോക്കാം. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രിട്ടനാണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. നോക്കൂ, റിട്ട്, ബ്രിട്ടൻ രണ്ടിനും ഇട്ടയുണ്ട്. അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ. അല്ലെങ്കിൽ റിട്ടിൻ്റെ ബ്രിട്ടൻ്റെ അല്ലെ, രണ്ടിലെ റാ വരും. ഇവിടെ ഇട്ട നോക്കിയാൽ മതി. അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ നിന്നാണ്, ബ്രിട്ടീഷ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ സംസ്ഥാനത്തെ ഹെഡാണല്ലോ ഹൈക്കോടതി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ടോപ്പ് കോടതിയാണ് ഹൈക്കോടതി. അപ്പൊ ഈ ഹൈക്കോടതികൾക്കും അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾക്കും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എത്രാമത്തതാണ്? 32. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 32. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 226. ഇപ്പൊ പറഞ്ഞ 4 പോയിന്റുകളും വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ റിട്ട് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങൾ ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കുമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്? 32ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയിലെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226, 226. അപ്പൊ പറ, റിട്ട് എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന് അല്ലെ. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സംസ്ഥാന ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 32. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 226. 1950 മുൻപ് വരെ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടായിരുന്ന കോടതികൾ ഏതാണ്? 1950 മുൻപ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി നിലവിൽ വന്നില്ല. ആ കാലഘട്ടത്തിലേക്ക് 3 ഹൈക്കോടതികൾ മാത്രമേ ഉള്ളൂ. അത് എവിടെയൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ. അപ്പൊ എന്താ പറയുന്നത്? ഒരു ബോംബെ മതിയേ. അപ്പൊ നോക്കൂ, 1950 മുൻപ് വരെ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടായിരുന്ന കോടതികൾ കൽക്കട്ട, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 1950 ജനുവരിയിലൊക്കെയാണല്ലോ സുപ്രീം കോടതി ഫോം ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതൊക്കെ കോടതികൾക്ക് മാത്രമാണ്? ഒന്നാമത്തെ കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത; രണ്ടാമത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ; മൂന്നാമത്തെ മദ്രാസ്, ഇന്നത്തെ ചെന്നൈ. ഈ 3 ഹൈക്കോടതികൾക്ക് മാത്രമാണ് 1950 മുമ്പ് വരെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എത്രയാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ട്, അതിനു മുമ്പായിട്ട് നോക്കൂ, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയിലുള്ളതാണ്. അപ്പോൾ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്? ലാറ്റിൻ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. റിട്ട് എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. റിട്ടുകളുമായി ബന്ധപ്പെട്ട പദങ്ങളെല്ലാം വരുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നും. തിരിയിടല്ലോ, റിട്ട് കടം കൊണ്ടത് ബ്രിട്ടൻ. ഇനി റിട്ടുകളെല്ലാം ഏത് ലാംഗ്വേജാണ്? ലാറ്റിൻ ഭാഷ. ആകെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എത്രയാണ്? 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ലാറ്റിൻ ലാംഗ്വേജിലാണ് 5 എണ്ണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തത് മാൻഡമസ്, മൂന്നാമത്തത് കോ വാറന്റോ, നാലാമത്തത്
പ്രൊഹിബിഷൻ, ഇങ്ങനെയാണ് പ്രൊഹിബിഷൻ. നാലാമത്തത് പ്രൊഹിബിഷൻ. അഞ്ചാമത്തത് സെർഷ്യോററി. അപ്പൊ നോക്കിക്കൊള്ളൂ, ആകെ എത്ര റിട്ടുകളാണ് ഭരണഘടന അനുശാസിക്കുന്നത്? 5 റിട്ടുകൾ. 5 റിട്ടുകളും 5 ലാറ്റിൻ വേഴ്സാണ്. ഓരോന്നും നമുക്കെടുത്ത് പഠിക്കണം. ആദ്യം ഇതൊന്ന് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. 5 റിട്ടുകൾ ഒന്നുകൂടെ പഠിക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്ന 5 റിട്ടുകൾ. അപ്പോൾ റിട്ടുകളെല്ലാം ഏത് ലാംഗ്വേജിലാണ്? ആ വേർഡ്സ് ലാറ്റിൻ ലാംഗ്വേജിലാണ്. ആകെ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട്. 1950 മുമ്പ് വരെ റിട്ടുകൾ പുറപ്പെടുവിച്ചിരുന്ന കോടതികൾ ഏതൊക്കെയാണ്? കൊൽക്കട്ട അല്ലെങ്കിൽ കൽക്കട്ട, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ. 50 ജനുവരിയോട് കൂടിയാണ് നമുക്ക് സുപ്രീം കോടതി ഉണ്ടായത്. ശരിയല്ലേ? ഇനി ആകെ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തെ മാൻഡമസ്, മൂന്നാമത്തെ കോ വാറന്റോ, നാലാമത്തെ പ്രൊഹിബിഷൻ, അഞ്ചാമത്തത് സെർഷ്യോററി. ഓക്കെ, ഇനി നമുക്ക് ഓരോ റിട്ടുകളുടെയും ഡീറ്റെയിൽസ് പഠിക്കണം. ഇത് പഠിക്കണം, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇത് 1 മാർക്കാണ്. നോക്കാം. ഒന്നാമത്തെ റിട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഹേബിയസ് കോർപ്പസ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റിട്ട് എന്ന് പറയുന്നത്. ലാറ്റിൻ പദമാണെന്ന് ഓർമ്മിച്ചോളണേ. 5 റിട്ടുകളും. ഹേബിയസ് കോർപ്പസ് ഏത് പദം? ലാറ്റിൻ പദം. എന്താണ് ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന റിട്ടിന്റെ പേരെന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്, അല്ലെ? ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പരാമർശിച്ചത് ഇംഗ്ലണ്ടിലാണ്, ബ്രിട്ടനിലാണ്. മാഗ്ന കാർട്ട. അതായത് 1215 ഇംഗ്ലണ്ടിലെ അഥവാ ബ്രിട്ടനിലെ രാജാവായ ജോൺ രാജാവ് എന്നൊരു രാജാവുണ്ട്. ഈ ജോൺ രാജാവിനെ കൊണ്ട് മാഗ്ന കാർട്ട എന്ന സ്ഥലത്ത് വെച്ചിട്ട് മാഗ്ന കാർട്ട എന്ന ഇംഗ്ലണ്ടിലെ സ്ഥലത്ത് വെച്ച് ജനങ്ങളെല്ലാം കൂടെ രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിർബന്ധിച്ച് ജനങ്ങൾക്ക് അനുകൂലമായ ചില വ്യവസ്ഥകൾ തയ്യാറാക്കി അതിൽ ഒപ്പിടിവിച്ചു. ഇതിന്റെ പറയുന്ന പേരാണ് മാഗ്ന കാർട്ട. അപ്പൊ ചോദ്യം എന്താണ്? ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിക്കുന്നത് ഏത് റിട്ടെന്ന് ചോദിച്ചാൽ എന്താണ്? 1215 മാഗ്ന കാർട്ടയിലാണ്. മാഗ്ന കാർട്ട. ഓക്കെ. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ എന്ത് പറയാം? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഇത് രണ്ടും പറയാം. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ശരീരം ഹാജരാക്കുക എന്നോ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നോ ആണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിനർത്ഥം. ഇനി എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി ഒരു വ്യക്തിയെ തടവിലാക്കി വെച്ചിരിക്കുന്നു. അത് പോലീസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ലെ? അങ്ങനെ അന്യായമായി ഒരു വ്യക്തിയെ തടവിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. എന്താണ്? അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ വ്യക്തിയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക. ഇതാണ് ഹേബിയസ് കോർപ്പസ്. എളുപ്പമല്ലേ? അപ്പൊ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് നമ്മുടെ ഹേബിയസ് കോർപ്പസ് അറിയപ്പെടുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ടിന്റെ പേര് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിച്ചത് 1215 മാഗ്ന കാർട്ടയിൽ. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാല് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് മാഗ്ന കാർട്ട റണ്ണിമേഡ് എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ. മാഗ്ന കാർട്ട അല്ല, റണ്ണിമേഡ്. അപ്പൊ റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ച് രാജാവിനെ കൊണ്ട് ഒപ്പുവയ്പ്പിച്ചു 1215. അതാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഒപ്പിട്ടത്. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിനർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്. അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഇതാണ് മാഗ്ന കാർട്ട. ഓക്കെ, സോറി,
ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന പിന്നെ വേർഡിന്റെ മീനിങ്. ഇനി എന്താണ് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ടിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. എളുപ്പമല്ലേ? അപ്പോൾ 5 റിട്ടുകൾ നമ്മൾ ഒന്ന് പഠിച്ചു. എന്താണ് ഹേബിയസ് കോർപ്പസ്? അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുന്നത്, അല്ലെ? ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിച്ചത് 1215 റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ച് ഒപ്പുവെച്ച മാഗ്ന കാർട്ടയിലാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏത് റിട്ട് എന്ന് ചോദിച്ചാല് ഹേബിയസ് കോർപ്പസ് ആണ്. സിമ്പിളെ. അടുത്തിന് രണ്ടാമത്തിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തത് മാൻഡമസ് ആണ്. രണ്ടാമത്തെ റിട്ടിന്റെ പേര് മാൻഡമസ് റിട്ട് എന്നാണ്. അപ്പൊ എന്താണ് മാൻഡമസ് റിട്ട് എന്ന് പറഞ്ഞാൽ? മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. എന്തൊക്കെയാണ്? നാം കൽപ്പിക്കുന്നു എന്നോ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നോ ആണ് മാൻഡമസിന്റെ അർത്ഥം, മീനിങ്. അപ്പോ ഞങ്ങൾ കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. മാൻഡമസ് എന്ന പദത്തിന്റെ വേർഡ് മീനിങ് എന്നാണ്. നമ്മൾ ഹാബിയസ് കോർപ്പസ് പറഞ്ഞു ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ ശരീരം ഏറ്റെടുക്കാം നിങ്ങൾക്ക്. ഇവിടെ മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. മാൻഡമസിന്റെ അർത്ഥം നോക്കാം. നിയുക്തമായ ചുമതല നിർവഹിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ചില ഔദ്യോഗികമായ ചില കർത്തവ്യങ്ങൾ, കടമകളുണ്ട്. ആ കടമകൾ നിങ്ങളുടെ ജോലി ചെയ്യൂ, അല്ലെ? മാൻ ഡു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. മാൻ ഡു മസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മാൻ ഡു മസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നിർവഹിക്കൂ. ഇതാണ് മാൻഡമസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോടതി വ്യക്തിയോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കുക. അവിടെ നമ്മൾ കണ്ടു ഹേബിയസ് കോർപ്പസില് വ്യക്തിയെ ഹാജരാക്കുക, അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുക, ഹേബിയസ് കോർപ്പസ്. ഇവിടെ എന്താ പറയുന്നത്? നിയുക്തമായ ചുമതലകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ ആ ചുമതല നിർവഹിക്കണമെന്ന് കോടതി പറയുന്നതാണ് മാൻഡമസ്. നോക്കൂ, പൊതു സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, കീഴ്ക്കോടതികൾ, ട്രിബ്യൂണൽ എന്നിവയ്ക്കെതിരെയും വേണമെങ്കിൽ സർക്കാരിനെതിരെ തന്നെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പൊ വ്യക്തികൾക്കെതിരെ മാത്രമല്ല മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. കോർപ്പറേഷനുകൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. കീഴ്ക്കോടതികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. വിവിധ ട്രിബ്യൂണലുകൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ വ്യക്തികൾക്ക് എതിരെയും ഇത് പുറപ്പെടുവിക്കാം. പിന്നെ ആർക്കൊക്കെ? പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, കീഴ്ക്കോടതികൾ, ട്രിബ്യൂണൽ, വേണമെങ്കിൽ ഗവൺമെന്റുകൾക്കെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. നോക്കൂ, രാഷ്ട്രപതിക്കെതിരെയോ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇല്ല, പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുന്ന ആർട്ടിക്കിളാണ് 361. അപ്പോൾ ആർട്ടിക്കിൾ 361 പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിക്കെതിരെയോ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ ഒരു കോടതിക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പൊ നോക്കൂ, മാൻഡമസ് എന്ന പദത്തിനർത്ഥം നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. നിയുക്തമായ ചുമതല നിർവഹിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മാൻഡമസ് എന്ന ലാറ്റിൻ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, കീഴ്ക്കോടതികൾ, ട്രിബ്യൂണല് എന്നിവയ്ക്കെതിരെയും ആവശ്യമെങ്കിൽ ഗവൺമെന്റുകൾക്കെതിരെയും മാൻഡമസ് പുറപ്പെടുവിക്കാം. രാഷ്ട്രപതിക്കെതിരെയോ ഗവർണർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ഭരണഘടന 361. നമ്മൾ 2 റിട്ട് പഠിച്ചു. ഒന്ന് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തെ മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പറയുന്ന റിട്ട്.
മാൻഡമസ് എന്താണ്? ഓരോ വ്യക്തിക്കും ഔദ്യോഗികമായ ചുമതലകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ചുമതലകൾ നിർവഹിക്കുക എന്ന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ മാൻഡമസ് റിട്ട്. എന്നാൽ മാൻഡമസ് റിട്ട് വ്യക്തികൾക്ക് മാത്രമല്ല സ്ഥാപനങ്ങൾക്കെതിരെയും കോടതികൾക്ക് പ്രയോഗിക്കാം. ഏതൊക്കെ സ്ഥാപനങ്ങൾ? പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കീഴ്ക്കോടതികൾ, ട്രിബ്യൂണലുകൾ, ഗവൺമെന്റുകൾക്കെതിരെ വേണമെങ്കിൽ പോലും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. ഇനി വീണ്ടും പക്ഷേ നമ്മുടെ രാഷ്ട്രപതിക്കെതിരെയും സംസ്ഥാന ഗവർണർമാർക്കെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ആർട്ടിക്കിൾ 361 പറഞ്ഞിരിക്കുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, സെറ്റാണേ. അപ്പൊ 2 റിട്ട് നമ്മൾ പഠിച്ചു. നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. കോ വാറണ്ടോ എന്നാണ് ഇതിന്റെ പേര്. കോ വാറണ്ടോ എന്ന് പറയുന്ന റിട്ട്. അപ്പൊ മൂന്നാമത്തെ റിട്ട് നോക്കൂ, കോ വാറണ്ടോ. എന്ത് അധികാരം എന്നാണ് ഈ പദത്തിനർത്ഥം? എന്ത് അധികാരം? നിങ്ങൾക്ക് എന്ത് അധികാരം? അപ്പൊ കോ വാറണ്ടോ എന്ന പദത്തിനർത്ഥം എന്ത് അധികാരം എന്നാണ്. എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്തതാണെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ. അപ്പൊ ഒരു വ്യക്തിക്ക് ആ ചെയറിലിരിക്കാൻ, ആ സീറ്റിലിരിക്കാനുള്ള യോഗ്യതയില്ല, എന്നാലും അയാൾ അവിടെ കയറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് അധികാരത്തിൽ നിങ്ങൾ അവിടെ കയറിയിരിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന റിട്ടിന്റെ പേരാണ് കോ വാറണ്ടോ. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ പറഞ്ഞത് ഹാബിയസ് കോർപ്പസ് അല്ലെ? ഒരു മാൻ മിസ്സിങ്, ഒരു മനുഷ്യനെ കണ്ടില്ല, അല്ലെങ്കിൽ അകാരണമായിട്ടൊരു മനുഷ്യനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു, ഹാജരാക്കാൻ പറയുന്ന റിട്ട് ഹാബിയസ് കോർപ്പസ്. രണ്ടാമത്തെ റിട്ട് നമ്മൾ കണ്ടു. രണ്ടാമത്തെ റിട്ട് എന്താണ്? രണ്ടാമത്തെ റിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു. മൂന്നാമത്തെ റിട്ട് എന്താണ്? കോ വാറന്റോയാണ്. അപ്പൊ എന്താണ് കോ വാറന്റോ? അതായത് അർഹതയില്ലാത്ത ഒരു സീറ്റില് ഒരാൾ കയറിയിരുന്നാൽ, അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് ഒരു വ്യക്തി ഇരുന്നാൽ, ഔദ്യോഗിക വ്യക്തിയാണ് ഈ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്ത് അധികാരത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഈ റിട്ടിന്റെ പേരാണ് കോ വാറണ്ടോ. ക്ലിയർ ആണ്? പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് എന്ന് ചോദിച്ചാൽ കോ വാറണ്ടോയാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഏത് റിട്ട് ആണെന്ന് ചോദിച്ചാൽ കോ വാറണ്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അവിടുത്തെ ഭരണവും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. സുപ്രീം കോടതിയുടെ കൺട്രോളിലാണ് ക്ഷേത്രം അല്ലെ? ഒരുപാട് നമ്മുടെ ജില്ലാ കോടതി ജഡ്ജിയാണ് അതിന്റെ ആ പാനലിലുള്ള ഒരാൾ, ഇതിന്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള രീതിയിൽ. അപ്പോ സുപ്രീം കോടതി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച റിട്ട് കോ വാറണ്ടോ റിട്ടാണ്. അപ്പൊ എന്താണ് കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ? എന്ത് അധികാരം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. എന്ത് അധികാരം? ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഔദ്യോഗിക സ്ഥാനമാണ്, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്തത് ആണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതെന്ന് ചോദിച്ചാലും കോ വാറണ്ടോ റിട്ടാണ്. അപ്പൊ നമ്മൾ 3 റിട്ടുകളെ കുറിച്ചാണ് പഠിച്ചത്. നോക്കാം. നാലാമത്തത് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടാണ്. പ്രൊഹിബിഷൻ അല്ല, പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം, എന്ന ലാറ്റിൻ പദത്തിനർത്ഥം എന്താണ്? തടയുക. പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം തടയുക എന്നതാണ്. എന്താണത് നോക്കാം. ഉന്നത നീതിപീഠം താഴെ തട്ടിലുള്ള കോടതിയോട് അതിൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്ന റിട്ട്. അപ്പോ അത് ഇപ്പോൾ ഹൈക്കോടതി പറയാണ് ജില്ലാ കോടതിയോട്, നിങ്ങളിപ്പോൾ പരിഗണിക്കുന്ന കേസ് അത് നിങ്ങളുടെ പരിധിയിലുള്ളതല്ല, അത് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ? അപ്പോൾ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ് ആ കോടതി പരിഗണിക്കേണ്ട ആവശ്യമില്ല, ആ കോടതിയുടെ പരിഗണനയിലുള്ള കേസല്ല അത് എന്ന് പ്രഖ്യാപിക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. അപ്പോൾ ഉന്നത നീതിപീഠം അതിന് തൊട്ട് താഴെയുള്ള കോടതിയോട് അതിൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്ന റിട്ട്. കണ്ടോ? തടയുക. ആ കോടതിക്ക് ആ കേസ് പരിഗണിക്കേണ്ട അർഹതയില്ല, ആ കോടതിയിൽ പരിഗണിക്കേണ്ട കേസല്ല, അത് മേൽക്കോടതി പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണ് പ്രൊഹിബിഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് കോടതിയുമായി കണക്ട് ചെയ്യുന്നതാണ്. മറ്റേ നമ്മൾ വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഇവിടെ ജുഡീഷ്യൽ
കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് ചോദിച്ചാലും ഈ പ്രൊഹിബിഷൻ റിട്ടാണ്. ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കോടതി തന്നെ. കോസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ള് കോടതിയല്ല, പകുതി കോടതി. കോടതിയുടെ ഏതാണ്ട് അധികാരങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള ട്രിബ്യൂണലുകളുണ്ട്. അതിനെയാണ് നമ്മൾ കോസി ജുഡീഷ്യൽ എന്ന് പറയുന്നത്. അപ്പോ പ്രൊഹിബിഷൻ ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുകൂടെ ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ പ്രൊഹിബിഷൻ ആണ്. എന്താണ്? ഒരു പഴമൊഴിയാണ്. ഏത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്, അല്ലെ? ഇതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന റിട്ടിന്റെ പേര് പ്രൊഹിബിഷൻ ആണ്. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂറിന്റെ അർത്ഥം എന്താണ്? അതായത് ഒരു അസുഖം വന്ന് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുക. അപ്പോൾ ഈ പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ കോടതികൾ പ്രഖ്യാപിക്കുന്ന റിട്ടിന്റെ പേരാണ് പ്രൊഹിബിഷൻ. നാലാമത്തതുമായ അപ്പൊ പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. തടയുക. ഉന്നത നീതിപീഠം താഴെ തട്ടിലുള്ള കോടതിയോട് അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്ന റിട്ടിന്റെ പേര് പ്രൊഹിബിഷൻ. ഇത് കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് പോകാം. സെർഷ്യോററി. അപ്പൊ എന്താണ് സെർഷ്യോററി എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത്? ഈ പദത്തിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നതാണ്. അപ്പോൾ സെർഷ്യോററി എന്ന് പറയുന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയാം, അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നും പറയാം. നോക്കൂ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണിത്. കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് കേസ് തരൂ എന്ന് പറയുന്ന റിട്ടാണ് സെർഷ്യോററി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? മേൽക്കോടതി പറയുന്നു കീഴ്ക്കോടതിയോട് ആ കേസ് നിങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല, ഞങ്ങൾക്ക് അയച്ചു തരിക, കോ വാറന്റോ, അല്ലെ? കീഴ്ക്കോടതിയുടെ പരിധിയിലല്ലാത്ത കേസുകൾ മേൽക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നതാണ് കോ വാറന്റോ. അപ്പൊ സെർഷ്യോററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ് സെർഷ്യോററിയുടെ അർത്ഥം. ഒരു കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കാൻ പറയുന്ന റിട്ടാണ് സെർഷ്യോററി. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുന്നത് കോ വാറന്റോ. സെർഷ്യോററി ആണെങ്കിലോ ഈ നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോ പരിഗണിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് റെഫർ ചെയ്യുക. ഇത് പറയുന്നതാണ് സെർഷ്യോററി. കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാം. ഏതുപോലെ? കോ വാറന്റോ പോലെ. എന്താണ്? കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാം. അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സെർഷ്യോററി? പദത്തിന്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിന്റെ പേരെന്താണ്? അത് സെർഷ്യോററിയാണ്. കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ റിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റിട്ടുകൾ. 5 റിട്ടുകൾ വളരെ സെറ്റായിട്ട് നമ്മൾ പഠിച്ചെടുത്തു. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ മനസ്സിലാകാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ചെടുക്കുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.